UDFിനെ സംബന്ധിച്ച് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരം വർഗീയ അജണ്ടകൾ ഇവിടെ നടപ്പാവില്ല, മതേതര കേരളം ഇതിനെ ഒരുമിച്ച് എതിർക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിയും SDP ഒക്കെ കൂടെ കൂട്ടിയിട്ടാണോ സതീശനും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും UDFുകാരും മതേതരത്വം ഇവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെ ഇവിടെ നിൽക്കും. CPM അതിന് ഒരു രാഷ്ട്രീയ ഒരു നിറം കൊടുക്കുന്നുണ്ടാവും. CPMന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും. അവർക്ക് ഒരു ന്യായീകരണവുമില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി ഇത്രയും വളർത്തി വലുതാക്കിയതിൽ വലിയ പങ്ക് CPMനാണുള്ളത്. ഏതാണ്ട് ഒരു 3 ദശാബ്ദത്തോളം ജമാഅത്ത് ഇസ്ലാമി CPMനൊപ്പം അല്ലെങ്കിൽ LDFിനൊപ്പം ആയിരുന്നു. അതുകൊണ്ട് അവർക്കിപ്പോൾ ഇതൊരു രാഷ്ട്രീയ അടവായിട്ട് മാത്രമേ ഇതിനെ അവർക്ക് കാണേണ്ടതുള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊരു വലിയൊരു പോളറൈസേഷനിലേക്കാണ് പോകാൻ പോകുന്നത്. കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ നിങ്ങൾ എത്ര വെളുപ്പിച്ചാലും വെളുക്കില്ല. ആ സംഘടനയുടെ ഇൻസെപ്ഷൻ അങ്ങനെയാണ്. മൗലാന മൗദൂദിയെ തള്ളിപ്പറയാതെ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഒരു സെക്യുലർ ഓർഗനൈസേഷനായി മാറും? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി സെക്യുലറിസത്തെയും അതുകൂടാതെ ജനാധിപത്യത്തെയൊക്കെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒളിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ടേം ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നിഗൂഢത ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിലേക്കും വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.